കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ പരിഗണിക്കുന്നതിനായി കത്ത് നൽകിയ തദ്ദേശ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ഡോക്ടർ ചിത്രയെ പിന്തുണച്ച് മുൻ BJP സംസ്ഥാന അധ്യക്ഷനും മുൻ മിസോറാം ഗവർണറുമായ ശ്രീ കുമ്മനം രാജശേഖരൻ രംഗത്ത്. ഡോക്ടർ ചിത്രയെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായാണ് ശ്രീ കുമ്മനം രാജശേഖരൻ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. KS ചരിത്രത്തിൽ അഭിമാനകരമായ മാതൃകയായ ഒരു പെൺകുട്ടി തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം സത്യസന്ധമായി നടത്തിയതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു എന്നത് ഭരണകൂടത്തിൻ്റെ സ്ത്രീവിരുദ്ധതയും ഇരട്ടത്താപ്പുമാണ് വ്യക്തമാക്കുന്നതെന്ന് കുമ്മനം ഫേസ്ബുക്കിൽ കുറിച്ചു. നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് കാര്യങ്ങൾ പരിശോധിച്ച മിടുക്കിയായ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ ബലിയാടാക്കുന്ന ഈ നടപടി ജനാധിപത്യ കേരളം ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിപ്പറത്തുന്ന ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ബന്ധപ്പെട്ട മന്ത്രി രാജിവെക്കുകയോ ഈ നടപടി പൂർണ്ണമായി പിൻവലിക്കുകയോ ചെയ്യണമെന്നും കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ഭരണഘടനാ ശില്പികളെ അപഹരിക്കുന്ന ഭരണകൂടധാർഷ്ട്യം. ഡോക്ടർ ചിത്രയുടെ സസ്പെൻഷൻ ഉയർത്തുന്ന ഗൗരവതരമായ ചോദ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ അന്തഃസത്തയെയും നിയമവാഴ്ചയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ചിത്ര P. അരുണിമയ്ക്കെതിരെ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്ന നടപടി കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിൽ അരങ്ങേറുന്ന ഏകാധിപത്യ പ്രവണതകളുടെ നേർക്കാഴ്ചയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 വിഭാവനം ചെയ്യുന്ന റൂൾസ് ഓഫ് ബിസിനസ് അനുസരിച്ച് കൃത്യമായ ഫയൽ പരിശോധന നടത്തുക മാത്രമാണ് ഒരു KAS ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ ചെയ്തത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാര വിഭജന തത്വങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു കൗൺസിലറെ അയോഗ്യനാക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ നിക്ഷിപ്തമാണെന്നിരിക്കെ ആ അധികാര പരിധിയിൽ കയറി നിന്ന് മന്ത്രി ഫയലിൽ നിർദ്ദേശം എഴുതുന്നത് ഏത് സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണെന്ന് അദ്ദേഹം ചോദിക്കുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 311 പ്രകാരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്നും പ്രതികാര നടപടികളിൽ നിന്നും സംരക്ഷണം ഉണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളപ്പോൾ സെക്രട്ടേറിയറ്റിൽ പതിവായി നടക്കുന്ന UO നോട്ട് കൈമാറ്റത്തെ കുറ്റകരമായി ചിത്രീകരിച്ച് ഒരു KAS ഓഫീസർക്കെതിരെ തിടുക്കപ്പെട്ട് നടപടിയെടുത്തത് സ്വാഭാവിക നീതിയുടെ നഗ്നമായ നിഷേധമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ വലിയ സാമ്പത്തിക തിരിമറികളിലും കോഴക്കേസുകളിലും പ്രതികളായ എത്രയോ ഉദ്യോഗസ്ഥർ സുഖമായി സേവനം അനുഷ്ഠിക്കുമ്പോൾ KAS ചരിത്രത്തിൽ അഭിമാനകരമായ മാതൃകയായ ഒരു പെൺകുട്ടി തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം സത്യസന്ധമായി നടത്തിയതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നു എന്നത് ഭരണകൂടത്തിൻ്റെ സ്ത്രീവിരുദ്ധതയും ഇരട്ടത്താപ്പുമാണ് വ്യക്തമാക്കുന്നത്. നാളെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് നിയമവിരുദ്ധമായ കാര്യം ആവശ്യപ്പെട്ടാൽ ഫയലിൽ സത്യം എഴുതാൻ ഏത് ഉദ്യോഗസ്ഥനാണ് ധൈര്യപ്പെടുകയെന്ന ഭയാനകമായ സന്ദേശമാണ് ഈ നടപടി താഴെത്തട്ടിലേക്ക് നൽകുന്നത്. നിയമത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്ന് കാര്യങ്ങൾ പരിശോധിച്ച മിടുക്കിയായ ഒരു വനിതാ ഉദ്യോഗസ്ഥയെ ബലിയാടാക്കുന്ന ഈ നടപടി ജനാധിപത്യ കേരളം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിപ്പറത്തുന്ന ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ബന്ധപ്പെട്ട മന്ത്രി രാജിവെക്കുകയോ ഈ നടപടി പൂർണ്ണമായി പിൻവലിക്കുകയോ ചെയ്യണം. കാരണം നിയമവാഴ്ച നിലനിൽക്കേണ്ട ഒരു സമൂഹത്തിൽ ഇത്തരം പകപോക്കലുകൾക്ക് ഒരിക്കലും സ്ഥാനമില്ല. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.